യോഹന്നാന്റെ സുവിശേഷം 20:13 അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗീയ നല്ല പിതാവേ, ഈ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവ് ഈ വചനം സംസാരിക്കുവാൻ ഇതിന് കൃപയും ഞാനും പരിചരണം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. അവിടുന്ന് വിക്കനായ മോശയുടെ നാവോട് കൂടെ ഇരിക്കണം. അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷനായിരിക്കണം. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവം സംസാരിക്കണം. അടിനെ താഴ്ത്തുന്നു. കർത്താവെ, വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വന്നുകൊണ്ട് യാത്രയിലായിരിക്കുന്നവരെ ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ ഇന്ന് വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ വിദൂരത്തിൽ ഭാരപ്പെടുന്നവർ, ഹോസ്പിറ്റലിൽ ഭാരപ്പെടുന്നവർ, ഭവനത്തിൽ ഭാരപ്പെടുന്നവർക്ക് ദൈവമേ പൂർണ്ണ വിടുതൽ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ താഴ്ത്തുന്നു. ദൈവാത്മാവ് സംസാരിക്കണം. മാനുഷ്യമായി ചിന്തകളൊന്നും വേണ്ട, തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഒന്നും വേണ്ട, ആത്മമണ്ഡലം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദരങ്ങളെ സമർപ്പിക്കുന്നു. അടികളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ബലത്തോടെ നിറയ്ക്കണം, പരിജ്ഞാനത്തിൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു 20:13 അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്ന എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചെന്ന് ഞാൻ അറിയുന്നില്ല എന്നവൾ അവനോട് പറഞ്ഞു. മറിയ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ? കല്ലറയുടെ അടുത്ത്. കരഞ്ഞും കൊണ്ടിരിക്കുന്ന എല്ലാവരും ശിഷ്യന്മാരൊക്കെ വന്നിട്ട് പോയി. എന്നാൽ കല്ലറയ്ക്കകത്ത് യേശുവില്ല. യേശുവിനെ കാണാത്തതുകൊണ്ട് അതിനകത്ത് ഒരു വ്യക്തി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവ പൈതലേ, നീ കരയുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് എല്ലാവരും നിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും നിന്നെ വിട്ടിട്ട് പോയാലും, പക്ഷെ നിൻ്റെ ഹൃദയത്തിനകത്തൊരാത്മഭാരം. എന്താ ആത്മഭാരം? എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം, എനിക്ക് യേശുവിനൊന്ന് കാണണം, എനിക്ക് യേശുവിനൊന്ന് കാണാനുള്ളൊരു ആത്മഭാരത്തെ ഹൃദയത്തിനകത്ത് ഇറങ്ങി വന്നപ്പോൾ അത് കണ്ണുനീരായി മാറുന്നുണ്ട്. ചിലത് കാണാൻ കഴിഞ്ഞില്ല, എനിക്ക് വിടുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ കരയുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി വരുന്നുണ്ട്. നല്ലൊരു ആത്മഭാരത്തോടെ കരയുന്ന നീ അറിയുന്നില്ല നിന്റെ വേദനയും. അതാ മനസ്സ് തകർന്നുള്ള വേദന. ഇന്ന് ആരൊക്കെ മനസ്സ് തകർന്ന് കരയുന്നുണ്ടോ ആ വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടിക്ക് വേണ്ടി നിങ്ങൾ വളരെ ആത്മഭാരത്തോടെ നിങ്ങൾ പുറമേ ഇരുന്നാലും മനസ്സ് തകർന്നതിനകത്തുണ്ട്, വേദനയോടെ ഇരിക്കുന്നവരുണ്ട്. ഒരു ഈസ്റ്റർ ആഘോഷിക്കുന്ന മുമ്പേ, അതിനു മുമ്പേ ഒരു കണ്ണുനീര്, ഒരു സന്തോഷത്തിന് മുമ്പേ ഒരു കണ്ണുനീര്, വേദനയുടെ നടുവിലും എന്തിനാ കരയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ അന്വേഷിച്ച് വന്നിട്ട്, യേശുവിനെ കാണാൻ വേണ്ടി വന്നിട്ട്, യേശുവിനെ ജീവനോടെ കാണാനല്ല, ജീവനോടല്ല ഇപ്പം കാണുന്നത്, പക്ഷേ അകത്ത് വന്നതിന് യേശുവിൻ്റെ ബോഡി കാണാനാ വന്നത്. ആ ബോഡി കാണാനാ, യേശുവിൻ്റെ ശരീരത്തെ കാണുവാനാ. പക്ഷേ ഇന്ന് കണ്ടത് ഒരു വ്യത്യസ്തമായ രീതിയില്ല. പക്ഷെ അവിടെ യേശുവിനെ കാണാത്തത് കൊണ്ടും ആരോ യേശുവിനെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതിൽ ആ സ്ത്രീ മറിയ കരയുകയാണ്. ഇന്ന് കരയുന്ന കൂട്ടത്തെ നോക്കി ഇന്ന് എല്ലാവരും നിന്റെ കൂടെ വന്നവരെല്ലാവരും നിന്നെ വിട്ടിട്ട് പോയാലും എന്തുകൊണ്ട് നീ വിട്ടുപോകുന്നില്ല? എന്തുകൊണ്ട് അവരെ കൂടെ തിരിച്ചു പോകുന്നില്ല? എന്താ കല്ലറയുടെ അടുത്തുനിന്ന് കരയുള്ള കാരണം? ഇല്ല, യേശു മരിച്ചു പോയാലും ജീവിക്കുന്ന ഹൃദയത്തിനകത്ത് യേശു അവിടെ ആ സമയത്ത് യേശുവിനെ ജീവനുള്ള യേശുവിനെ കാണുവാനുള്ള ഒരാത്മഭാരത്തെ ആ ഹൃദയത്തിനകത്ത് ആത്മഭാരത്തോടെ ആ ഒരു എരിവുള്ളത് കൊണ്ടാണ് ആ സ്ത്രീ കരയുന്നത്. ഇന്ന് വേദന ഉള്ളവർക്ക് മാത്രമേ കരയാൻ പറ്റൂ, പ്രയാസമുള്ളവന് മാത്രമേ കരയാൻ പറ്റൂ, മനസ്സ് തകർന്നവനെ കരയാൻ പറ്റൂ. നിന്റെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ, ഇന്ന് അറസനിൽ നിന്ന് ദൈവസ്ഥലിൽ നിന്ന് കരയുന്നുണ്ടെങ്കിൽ പറ, അതിൻ്റെ മേലൊരു മറുപടി നിനക്ക് വരുന്നുണ്ട്.
നീ ഇന്ന് കരയുന്നുണ്ട്. മനുഷ്യന്റെ മുമ്പിലല്ല കരയുന്നത്. നിന്റെ കണ്ണുനീര് കാണുവാൻ ഒരു മനുഷ്യനും കാണത്തില്ല കുഞ്ഞെ. നീ കരയുന്നത് കാണുന്നത് ആരും കാണത്തില്ല. പക്ഷെ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ മാറിയിരുന്ന് കരയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ മാറിയിരുന്ന് കരയുമ്പോ, ആരും കാണാതെ മാറിയിരുന്ന് കരയുമ്പോ, പക്ഷെ നിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു യേശുവാണെന്ന്, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവ് യേശു നിന്റെ അടുക്കൽ വരുന്നുണ്ടെന്ന് അത് വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കലേക്ക് ഒരു യേശു ഇറങ്ങി വരുന്നുണ്ട്. കരമടിച്ച് ശക്തിയോട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തിയോടെ ഓ കരമടിച്ച് ചില കരയുന്ന വിഷയത്തിന്റെ മേൽ ഇതാ മറുപടി സമയമായി. യെസ്, ശബന രഗന ധീന രഗനെ. എല്ലാവരും കരയുന്ന പോലെയല്ല, കരച്ചിലല്ല. നഷ്ടപ്പെട്ടവളുടെ വേദന നഷ്ടപ്പെടുന്നവനെ അറിയാൻ പറ്റും. നഷ്ടപ്പെടുന്നവന് മാത്രമേ നഷ്ടത്തെ കുറിച്ച് കരയാൻ പറ്റൂ. വേദന ഉള്ളവർ കരയും. പക്ഷെ നഷ്ടപ്പെട്ടു, എന്റെ യേശുവിനെ എനിക്ക് കാണാനില്ല, യേശുവിനെ അന്വേഷിച്ചിറങ്ങിയിട്ട് എനിക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. വിശ്വാസത്തോടെ നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് വിശ്വാസത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ചാനലിലൂടെ കേൾക്കുന്ന ദൈവ മക്കളെ, നീ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നീ വേറെ ആരെ കാണുവാനല്ല ആഗ്രഹിച്ചത്, എന്റെ നാഥനെ, എന്റെ പ്രാണനാഥനെ, എന്റെ എല്ലാമായ യേശുവിനെയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ എല്ലാമായ എന്റെ പ്രാണനാഥനെ. ആമേൻ, 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 ഹല്ലേലൂയ. അവരറിഞ്ഞില്ല. എന്നാൽ 15-ാമത്തെ വാക്യത്തിൽ യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. 16-ാമത്തെ വാക്യമാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് വരികയാണ്. 16. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി. നോക്കിക്കോളാം, 16-ൽ യേശു അവളോട്, യേശു നിന്നുകൊണ്ട് മറിയേ എന്നൊരു ഒറ്റ വിളി. ഈ വിളിച്ചപ്പോഴാണ് അകക്കണ്ണ് തുറന്നത്. പക്ഷെ എൻ്റെ യേശുവിന് ഒരു വിളിയുണ്ട്. ലോകം വിളിക്കും പോലല്ല, എല്ലാവരും വിളിക്കും പോലല്ല യേശു വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുവരെയും മനസ്സിലായില്ല, അതുവരെ സംസാരിച്ചിട്ട് മനസ്സിലായില്ല. തോട്ടക്കാരനില്ല, അല്പസമയം വരെ സംസാരിച്ചത് തോട്ടക്കാരൻ നിലവാരത്തിലാണ് സംസാരിച്ചത്. പക്ഷെ പേര് വിളിച്ചപ്പോൾ, പക്ഷെ യേശു വിളിക്കുന്നൊരു പ്രത്യേകതയുണ്ട്. ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും വിളിക്കും പോലെ അല്ല, യേശു വിളിക്കുന്ന ഒരു പ്രത്യേകതയാണ്. മറിയേ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് സ്നേഹത്തിന്റെ വാക്കുകൾ. മറിയേ എന്ന് വിളിച്ചപ്പോ എൻ്റെ അമ്മ, അതിനകത്ത് എന്തുണ്ട്? ഒരു ദൈവ സാന്നിധ്യം. എൻ്റെ ഗുരു വിളിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. യേശുവിന്റെ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും വിളിക്കും പോലെ അല്ല. വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളെ ചേർച്ചകളും അപ്പനമ്മമാർ വിളിക്കും പോലെ അല്ല യേശു വിളിക്കുന്നത്. യേശുവിൻ്റെ വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ആമേ എന്ന് വിളിച്ചത്. മറിയേ എന്ന് വിളിച്ചപ്പോൾ ആ സെക്കൻഡിൽ മറിയയുടെ ഹൃദയത്തിനകത്ത് എന്ത് പൊട്ടി? ലഡു പൊട്ടി. പ്രൈസ് ദി ലോർഡ്. അല്ലേ? മറിയേ എന്ന് വിളിച്ചപ്പോൾ ഹൃദയത്തിനകത്ത് എന്ത് പൊട്ടി? ലഡു പൊട്ടി. ഇന്ന് പലതിൻ്റെ ലഡു പൊട്ടാത്ത കാര്യം വിളിക്കാത്തോണ്ടൊന്നും അല്ല, വിളി കേൾക്കാത്തോണ്ടാ. യേശു എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷെ ലഡു പൊട്ടണമെങ്കിൽ വിളി കേൾക്കണം. പിടി കൊടുത്താലേ പൊട്ടും. എല്ലാവരും യേശു വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴൊരു ലഡു ഠും. ആ സെക്കൻഡിലാണ്
മറിയ ഓ റബൂനി, ഉടനെ മനസ്സിലാക്കിയോടെ തുടരണം. ഇന്ന് പലർക്കും ആഗ്രഹം അതാ. കാണും പ്രതീക്ഷിക്കാത്തവ, അല്ലെ നഷ്ടപ്പെട്ടു പോയി, അല്ലെ മരിച്ചുപോയി. എല്ലാവരുടെ മനസ്സിൽ യേശു മരിച്ചുപോയി, ഇനി ഇല്ല, നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ആദ്യമായിട്ട് മറിയയുടെ അടുത്ത് പ്രത്യക്ഷനായപ്പോ ആമെ പേര് വിളിച്ചപ്പോ മറിയയുടെ ആഗ്രഹം എന്താണ്? ഒന്ന് തുടരണം. യേശു പറഞ്ഞു തൊട്ടുപോകരുത്. ഹല്ലേലൂയ. നീ വിളിച്ചത് സ്നേഹവും കാര്യങ്ങളും ശരി തന്നെയാണ്. നിന്റെ ഹൃദയത്തിനകത്തുള്ള വെളിപ്പാട് നിനക്ക് സഹോദരിമാരെ, ആദ്യത്തെ വെളിപ്പാട് ഉയർത്തെഴുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള വെളിപ്പാട് ആർക്ക് തന്നു? മറിയമാർക്ക് തന്നു. ഇന്ന് അതുകൊണ്ടാണ് സഹോദരിമാർക്ക് കൂടുതൽ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടായത്. പ്രൈസ് ദി ഹല്ലേലൂയ. യേശു അവളോട് എന്ന് വിളിച്ച് മറിയെന്ന് വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു. എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു, അതിന് ഗുരു എന്നർത്ഥം. അവൾ അവനെ തൊടുവാൻ വന്നു. ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയില്ല, എങ്കിൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. എൻ്റെ പിതാക്കന്മാരുടെ പിതാവ് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ അടുക്കൽ ഞാൻ കയറി പോകുന്നെന്ന് അവളോട് പറയുക എന്ന് പറഞ്ഞു. ഇതാ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നീ ആരെടുത്ത് പറയണം? എൻ്റെ സഹോദരന്മാരെടുത്ത് പറയണം. എൻ്റെ സഹോദരന്മാരെന്ന് ആരാ? ഈ കാണുന്ന നിങ്ങളാ. ഇതാ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളടുത്ത് പറയണം. ശിഷ്യന്മാരുടെ സഹോദരങ്ങളാ, നീ ചെന്ന് പറയണം ആമേ ദൈവത്തെ കണ്ടെന്നുള്ളത്. ഇതിനകത്തുള്ള ആമേ നോക്കുമ്പോൾ ഉയർത്തുന്ന സമയത്ത് എല്ലാവരും ആമേ കണ്ടില്ല. മറിയ മാത്രം നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് അതിനകത്ത് യേശുവിനെ കാണണം. ഇതിൻ്റെ ഗുഡൻസ് എന്ന് പറയുമ്പോൾ മറിയ മാത്രം കാണാൻ ആഗ്രഹിച്ചു, നിർബന്ധിച്ചത് കൊണ്ടാണ് മറിയയ്ക്ക് കാണാൻ പറ്റിയത്. ഇന്ന് ഞാൻ തിരുവചനം പിടിച്ചു പറഞ്ഞു, ഇതിനകത്തിരിക്കുമ്പോൾ എനിക്കൊന്ന് യേശുവിനെ കാണണം. ഞാൻ കണ്ടാൽ മാത്രം പോരാ, യേശുവിനെ കൊണ്ടേ പോകൂ. എത്ര ആഗ്രഹിക്കും സഹോദരന്മാരെ, എത്ര ആഗ്രഹിക്കും? യേശുവിനെ കണ്ടാൽ മാത്രം പോരാ, യേശുവിനെ കൊണ്ടു ഞാൻ പോകും. ഞാൻ കാണുക മാത്രമല്ല, യേശുവിനെ ഞാൻ എടുക്കും. എൻ്റെ യേശുവിനെ എടുക്കും. ഞാൻ എങ്ങനെ എടുക്കും? കൈകൊണ്ടാണോ? അല്ല. കാലുകൊണ്ടാണോ? അല്ല. ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കുന്നവർക്കായി ഞാനെന്ന് പറയുന്ന ആമേൻ. ഒരു നിർബന്ധം. ഇന്ന് അതുകൊണ്ടാണ് കൂടുതൽ സഹോദരിമാരുടെ ദൈവശക്തി വ്യാപരിക്കുന്നത്. ഇന്ന് സഹോദരന്മാരിലൂടെയാണ് സഹോദരിമാർ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് സഹോദരന്മാർ അറിയുന്നത്. ഞാൻ അറിഞ്ഞത് എൻ്റെ അമ്മാവി അമ്മ ചെന്നിരുന്ന് ഒരു പള്ളിയിൽ ചെന്ന് ഉപവസിച്ചു. എൻ്റെ അമ്മാവി അമ്മയും വൈഫും കൂടെ ചെന്നിരുന്നുണ്ട്. എന്നെ കാണാനില്ല. 2 മാസം കൊണ്ട് എന്നെ കാണാനില്ല. എവിടെ നിന്നൊരു പിടിയില്ല. കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോൾ ഞാൻ മിസ്സിങ്, കാണാനില്ല. ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ഒരു പള്ളിയിൽ ചെന്ന് ഉപവാസം. ആമേ, രണ്ടുപേരും ശക്തമായ ഉപവാസം. അതാ മറിയയുടെ കണ്ണുനീരാ ആമേ ഒരാളെ തൊട്ടത്. ഇന്ന് പലതും നിങ്ങളിലൂടെ ഞങ്ങളെ സഹോദരന്മാരെ തൊടുന്നത്, കുടുംബത്തിനകത്ത് തൊടുന്നത് സഹോദരിമാർ കരഞ്ഞത് കൊണ്ടാണ്. നല്ലപോലെ കരയണം മക്കൾക്കൊക്കെ വേണ്ടി. ഒരു മറിയായേ പറ്റുള്ളൂ. ഒന്ന് നിർബന്ധം പിടിച്ച് കരയുമെങ്കിൽ തലമുറകളെ ദൈവം തൊടും. ഇന്ന് പല സഹോദരിമാരും പ്രാർത്ഥനയാണ് സഹോദരന്മാരെ ദൈവം തൊട്ടത്, അല്ലേ? കുടുംബത്തിനകത്ത് സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു സഹോദരിമാരാണ്. സഹോദരിമാരിലൂടെയാണ് സഹോദരന്മാർ ദൈവത്തെ അറിഞ്ഞത്. ഒരമ്മായിലൂടെ ഞാൻ ദൈവത്തെ അറിഞ്ഞത്. കരഞ്ഞു ഉപവസിച്ചു. എങ്ങനെയെങ്കിലും അവനത് തൊട്ടേ പറ്റുള്ളൂ. പ്രാർത്ഥനയല്ല, ഉപവാസമായിരുന്നു. അന്ന് ദൈവം തൊട്ടതാ. പ്രൈസ് ദി ഹല്ലേലൂയ. അതാ ഞാനിന്ന് കാണുക മാത്രമല്ല, കരയും. ആ കല്ലറയ്ക്കകത്ത് എല്ലാവരും വിട്ടുപോയി. പക്ഷെ മറിയ മാത്രം കരഞ്ഞു. ഞാൻ ആഗ്രഹിച്ചു വന്ന സാധനം കൊണ്ടേ പോകൂ. ഇന്ന് ആഗ്രഹിച്ചതിനകത്ത് സാധനം എടുക്കാൻ വന്നോ? ഇന്ന് ആരെങ്കിലും ആഗ്രഹിച്ചൊരു സാധനം എടുക്കാൻ വന്നില്ലേ? യേശുവാണ്. ആ യേശുവിനെയാണ് കൊണ്ടുപോവേണ്ടത്. ഇന്ന് ലോകത്തിൻ്റെ ഭൗതികമല്ല, ഈ ലോകത്തിൻ്റെ ഭൗതികമല്ല, ഈ ലോകത്തിൽ വിളമ്പുന്നതൊന്നുമല്ല, യേശുവിനെയാ കൊണ്ടുപോകേണ്ടത്. മറിയ ആത്മഭാരത്തോടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞു. എല്ലാവരും വിട്ടുപോയ സമയത്ത് അത് ആത്മഭാരത്തോടെ ഇരുന്നത് കൊണ്ടാ യേശുവിനെ കണ്ടത്. നിന്റെ മുഖാമുഖം മരണമോ, നിന്റെ പേര് പറഞ്ഞ് വിളിക്കണോ, നീ നിർബന്ധിക്കണം. ഇന്ന് പറയുമ്പോൾ എൻ്റെ തലമുറ തൊടും, നിന്റെ കുടുംബത്തെ ദൈവം തൊടും,
നിന്റെ മക്കളെ ദൈവത്തോടും. കാര്യം എന്താണ്? നിന്റെ ആഗ്രഹത്തെ. സഹോദരിമാരുടെ കണ്ണുനീരിന് ഭയങ്കര ശക്തിയാണ്. ഹല്ലേലൂയ. ഈ സെക്രട്ടേറിയറ്റിലൊക്കെ കിടന്ന് സമരം വിളിക്കുന്നു. ഞാൻ പറയട്ടെ, ഇവരൊക്കെ കണ്ണുനീരോടെ നിന്ന് മുട്ടുമേൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക്. ഈ സമരം വിളിക്കാതെയൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കൂടിയിരുന്ന് ഒരു ഉപവാസം യേശുവേ നമ്മൾ കരഞ്ഞു നോക്ക്. ഹല്ലേലൂയ. ഏത് PSCക്കകത്ത് കയറ്റുവാൻ ദൈവത്തിന് പറ്റും, മനുഷ്യന് പറ്റത്തില്ല. ഇന്ന് മനുഷ്യൻ മുറ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം. മനുഷ്യന്റെ മുമ്പിലല്ല വിളിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാ. നിന്റെ കുടുംബത്തിൽ കിടന്ന് മക്കളും ഭർത്താവിന് മേലെ കരയേണ്ടത് ദൈവത്തിന് മുമ്പ് കരയണം. അപ്പാ ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് ഇന്നത് വേണം, ഞങ്ങൾക്ക് ഇന്ന വിഷയമുണ്ട് എന്ന് കരയേണ്ടത് ആരുടെ മുമ്പിലാണ്? മക്കളെ മുമ്പിലല്ല, ഭർത്താവിൻ്റെ മുമ്പിലല്ല, ഭാര്യയുടെ മുമ്പിലല്ല, യേശുവിന്റെ മുമ്പിൽ നീ കരയണം. അല്ല, ഒന്നും പ്രശ്നമില്ലെങ്കിൽ ഭർത്താവിനോട്ട് വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കണ്ടോ മനുഷ്യ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഒരു 5-6 മക്കളെ തന്നിട്ട് നടക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ലോകം. അവർ തിന്നെന്നോ കുടിച്ചെന്നോ ഒന്നും അറിയുന്നില്ല. ഇല്ല സഹോദരന്മാർക്ക് ഉത്തരവാദിത്തം കുറവാണ്. ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. നമുക്ക് എല്ലാവരും എടുക്കാം. ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരുണ്ട്, ഉത്തരവാദിത്തമില്ലാത്ത സഹോദരിമാരുമുണ്ട്. ഹല്ലേലൂയ. 2 വാക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമെങ്കിൽ, ദൈവത്തോട് കരയുമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിനക്ക് വേണ്ടി ഇറങ്ങി സ്വർഗം നേരിട്ട് വരും. നിന്റെ പേര് ചൊല്ലും, പേര് വിളിക്കും. ഇന്ന് അർദ്ധരാത്രി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേര് വിളിക്കണമെന്ന് പ്രതീക്ഷയോടെ ഇരി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിച്ചോ. അതുകൊണ്ടാണ് വലിയ അനുഗ്രഹമായി മാറിയത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ യേശു പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിക്കണം, ഉണർന്ന് കരയണം. നമ്മൾ എവിടെയും നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ, ഉണർന്ന് കരഞ്ഞാൽ, ഇന്ന് ദൈവസന്നിധിയിൽ വന്ന് ഉറങ്ങിപ്പോകരുത്, ആലയത്തിൽ വന്ന് ഉറങ്ങി പോകരുത്. അത് നിന്റെ ജീവിതത്തിന്റെ പരാജയമാകും. പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. നമ്മുടെ വിഷയത്തിന്റെ മേൽ മറുപടി വരാൻ വേണ്ടി മറിയ ആത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ നിന്നു. ആ കല്ലറയ്ക്കത്ര വിശ്വാസമുണ്ടായിരുന്നു, യേശുവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ആരൊക്കെ പോയിക്കോട്ടെ, ആരൊക്കെ വിട്ടുപോട്ടെ, നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ ആരൊക്കെ വിട്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ യേശുവിനെ കൊണ്ടേ പോകുള്ളൂ. ഇന്നൊരു ചലഞ്ച് എടുക്കണം, ഇന്നൊരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ യേശുവിനെ കൊണ്ടേ പോകൂ. എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ എന്തിനാ കൊണ്ടുപോകുന്നത്? യേശുവിനെ ഉയർത്താൻ. നീ യേശുവിനെ ഉയർത്തണം. നിന്നിലൂടെയും എന്നിലൂടെയും എൻ്റെ യേശു ഉയരണം. എൻ്റെ സഹോദരന്മാരടുത്ത് പറയണം. യേശു പറഞ്ഞു, മറിയേ, നിന്നിലൂടെ യേശു ഉയരാൻ പോകുകയാണ്, സഹോദരന്മാരിലൂടെ യേശു ഉയരാൻ പോകുകയാണ്. ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന എന്നെ യേശു അറിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളെ യേശു അറിഞ്ഞു. ഇന്നെൻ്റെ സഹോദരന്മാർക്ക്, സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നൊരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ സഹോദരങ്ങളുടെ യേശുവിനെ കൊടുക്കണം. യേശു നിങ്ങളിലൂടെ ഉയരണം. ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനൽ കേൾക്കുന്ന ലോക രാഷ്ട്രങ്ങളെ വിളിച്ചു പറയുന്നു, നിങ്ങളിലൂടെയും എന്നിലൂടെയും യേശു ഉയരണം. യേശു ജീവിക്കുന്ന ഒരു ക്രിസ്തുവാണ്. നിന്നിലൂടെയും എന്നിലൂടെയും എൻ്റെ യേശു ജീവിക്കുന്നു. ഈ ദൗത്യത്തിന് വേണ്ടി ആത്മഭാരത്തോടെ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ നല്ല സുദിനത്തിൽ ഇന്ന് നമ്മുടെ ദൗത്യം മറക്കരുത്. സുവിശേഷം എന്നത് ദൈവത്തിനുള്ള പദ്ധതിയാണ്. അത് നിന്നിലൂടെ എന്നിലൂടെയും ദൈവത്തിന് ഉയർത്തുക തന്നെ വേണം. നിന്റെ കുടുംബത്തിൽ ഉയർത്തണം, നിന്റെ ദേശത്ത് ഉയർത്തണം, ലോകത്ത് ഉയർത്തണം. അത് തന്നെയാണ് യേശു പറഞ്ഞു, മറിയേ, എൻ്റെ സഹോദരന്മാരടുത്ത് ചെന്ന് പറ, ഈ ശുഭവാർത്ത പറ. സുവിശേഷം എന്നത് ശുഭവാർത്ത പറ. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. 2025 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ഇന്ന് ജീവിക്കുന്നു.
ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി യാചിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കരയുകയും ചെയ്യുന്നു. ദൈവം സമർത്ഥമാനിട്ടെ. ആമേ. ഗോഡ് ബ്ലെസ് യു. ആമേ.